പോലീസിനും ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന നടി അൻസിബ. തൃപ്പൂണിത്തുറ സബ് ഇൻസ്പെക്ടർ രേഷ്മയ്ക്കെതിരെയാണ് പരാതി. ഡിജിപിക്കും പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി തടവിൽ വെച്ചെന്ന് പരാതിയിൽ പറയുന്നു. ഷീന മാർട്ടിൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷീന, എന്താണ് അൻസിബയുടെ പരാതി? വിനിഷ, ഇന്നലെയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുള്ളത്. തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ വനിതാ SIക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. വനിതാ SIയും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയ, അതായത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ലക്ഷ്മിപ്രിയയും ചേർന്ന് ഗൂഢാലോചന നടത്തി തന്നെ ഒരു വ്യാജ കേസിൽ കുടുക്കാൻ ശ്രമിച്ചു. ഫലമായി 3 മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുവെച്ചു എന്നുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. വിഷയത്തിന്റെ ന്യായമായ ഹിയറിങ്ങുകളൊന്നും കേൾക്കാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ അനുവദിച്ചില്ല. ഇവർ രേഷ്മയുമായി, വനിതാ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ രേഷ്മയുമായി ഗൂഢാലോചന നടത്തി. ഇതിൽ മൗലിക അവകാശങ്ങൾ ഗുരുതരമായി ബാധിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് തന്നെ തെറ്റായിട്ടുള്ളതും ദുരുദ്ദേശപരവുമായി കെട്ടിച്ചമച്ചതുമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ 3 മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിലിരുത്തി നിയമവിരുദ്ധമായി തടഞ്ഞുവെക്കുകയും അനാവശ്യ ചോദ്യം ചെയ്യലിനും പീഡനത്തിനും മാനസിക വിദ്യയ്ക്കും വിധേയമാക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. അതായത് ലക്ഷ്മിപ്രിയയുമായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന്മേൽ ഉണ്ടായ നിയമ പോരാട്ടത്തിന് അൻസിബ തയ്യാറെടുക്കുന്നു എന്ന് ആദ്യമേ തന്നെ വിവരങ്ങൾ ലഭ്യമായിരുന്നു. ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി ഈ ലക്ഷ്മിപ്രിയക്കെതിരെയാണ്. ലക്ഷ്മിപ്രിയ ഒരു വാട്സപ്പ് ചാറ്റിന്റെ പേരിൽ തുടങ്ങിയ പ്രശ്നമാണിത്. അൻസിബ ലക്ഷ്മിപ്രിയയ്ക്ക് അയച്ച ഒരു വാട്സപ്പ് ചാറ്റ്, ആ ചാറ്റിന്റെ പുറത്ത് ലക്ഷ്മിപ്രിയയുടെ ലക്ഷ്മിപ്രിയയുടെ കുടുംബത്തുണ്ടായ ഒരു പ്രശ്നം, ആ പ്രശ്നത്തെ തുടർന്ന് ലക്ഷ്മിപ്രിയ അൻസിബയെ ഇത് അനുനയിപ്പിക്കാനായി വിളിപ്പിക്കുന്നു. അൻസിബ ഒരു തരത്തിലും അതിനോട് മുന്നോട്ട് പോകാത്തതിനാലാണ് ലക്ഷ്മിപ്രിയ പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയതെന്ന് പറയുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ലക്ഷ്മിപ്രിയക്കെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. അമ്മയ്ക്കെതിരെ, അമ്മയിലും ഇതേ പരാതി തന്നെ അൻസിബ ഉന്നയിച്ചു.